ഹായ്. ഇന്ന് സ്ത്രീകൾ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് യൂട്രസ് സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങൾ. അതിനെതിരെ അത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ചാനലിൽ മുമ്പൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ നല്ല ശ്രദ്ധാപൂർവം 2-3 പ്രാവശ്യം ഞാനത് കാണുകയും കണ്ടതിന് ശേഷം അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കെയർ ആൻഡ് സേഫ് എന്ന് പറഞ്ഞൊരു നാപ്കിനെ കുറിച്ചിട്ട് 100% യൂട്രസ് പ്രൊട്ടക്ഷൻ പാഡാണെന്ന്. അപ്പം ഞാനതൊന്ന് വാങ്ങിച്ച് ഉപയോഗിച്ചപ്പോൾ നല്ല ഫീഡ്ബാക്ക്. ഞാൻ ഇത്രയും പല ബ്രാൻഡിൻ്റെ സാധനങ്ങൾ ഉപയോഗിച്ചിരിക്കണം, പക്ഷെ ഇങ്ങനൊരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പം ഞാനത് ഉപയോഗിച്ചപ്പോൾ നല്ല റിസൾട്ട് കിട്ടിയപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ കൊടുത്ത് അവർക്കും നല്ല റിസൾട്ട് കിട്ടി. അപ്പോൾ എനിക്ക് തോന്നി ഇത് മറ്റുള്ളവർക്കും എന്നെപ്പോലെ പ്രയാസം അനുഭവിക്കുന്ന പലരുണ്ടല്ലോ അവരിലേക്കും ഇത് എത്തിച്ചാൽ കൊള്ളായിരുന്നു എന്ന് തോന്നിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അത് 250 ml അബ്സർവേഷൻ കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്കൂൾ പോകുന്നവർക്കും ഓഫീസിൽ പോകുന്നവർക്കൊക്കെ എപ്പോഴും ചേഞ്ച് ആക്കേണ്ട ആവശ്യമില്ല. പിന്നെ സാധാ പാഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് പാഡാണ്. ആ പ്ലാസ്റ്റിക് പാഡ് കൂടുതൽ സമയം ഇരിക്കുന്നതുകൊണ്ടാണ് നമുക്കിങ്ങനെ യൂട്രസ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ടാകുന്നത്. അപ്പോൾ അതും ഇതും തമ്മിലുള്ളൊരു ഡെമോ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ച്. ഇത് നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം. യൂട്രസ് പ്രൊട്ടക്ഷൻ അടുത്ത 50 ml നമ്മൾ ഉപയോഗിക്കുന്ന വിസ്പർ, നോർമൽ നമ്മൾ ഉപയോഗിച്ചിട്ട് വിസ്പർ തമ്മിലുള്ള വ്യത്യാസം കാണിക്കാൻ വേണ്ടി. ഇനി പുതിയ ആൾക്കാർ 2 കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് മൊബൈലിൽ താഴെ വെച്ചിട്ട് മേടം നോക്കിയിട്ട് അമ്പത്തി പ്രസ് ചെയ്തു. ഇവിടുത്തെ കാര്യം മനസ്സിലായി എന്താണെന്നായിരിക്കും. മേടം നോക്കൂ ഒരുത്തരായിട്ട് നോക്കൂ. ടച്ച് ആൻഡ് ഫീൽ എന്ന് പറയും. ടച്ച് ചെയ്യുമ്പോൾ അത് അറിയാൻ പറ്റും. കടന്നു ഇവിടെ ഇത് ഡ്രൈ ആയിട്ട് തന്നെ നമുക്ക് 8 മുതൽ 12 മണിക്കൂർ സുഖമായിട്ട് ഈ പാഡ് യൂസ് ചെയ്യാം. ചെറിയ മക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഫുള്ളി യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. നിങ്ങൾക്ക് ഡിസ്കംഫർട്ടായിട്ട് എപ്പോൾ ഫീൽ ചെയ്യുന്ന അപ്പോൾ മാറ്റിയാൽ മതി. ക്ലിയർ മനസ്സിലായി? എന്തായാലും മിനിമം നമുക്ക് എത്ര കിട്ടും? 8 മുതൽ 12 മണിക്കൂർ കിട്ടും. അതിൽ കൂടുതൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ക്ലിയർ ആയല്ലോ? ഇത് ഞാൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇത് കണ്ടു. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത്. ഇതാണ് ഫസ്റ്റ് ലെയർ. പക്ക കോട്ടൺ. ഇതിനകത്ത് പ്ലാസ്റ്റിക് ഇല്ല. ഇത് ഞാൻ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് എല്ലാം കോട്ടൺ, കീറുന്ന എല്ലാം കോട്ടൺ. ഇത് ആ ചിപ്പാണ് ഞാൻ പറഞ്ഞില്ല. ഈ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഇൻബിൽറ്റ് ആണ്. നമ്മൾ ചിപ്പായിട്ട് ഇത് വെക്കാൻ പറ്റില്ല. കാര്യം പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടാണ് എല്ലാം വെച്ചിരിക്കുന്നത്, ഗ്രാഫിനും ആനിയും. ഇത് പക്ഷേ നമ്മൾ ഒരു മിനിറ്റ് ഇത് നമ്മൾ ഒരു മെറ്റൽ ഡിറ്റക്ടർ ഇതിൻ്റെ മുകളിൽ കൂടി ഒഴിച്ച സൗണ്ട് വരും. ഇത് മെറ്റലാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടല്ലോ ചെറിയ കുട്ടികളുടെ കാണാൻ ഡിറ്റക്ടറൊക്കെ, അതൊക്കെ നമ്മൾ ഒഴിച്ച് നോക്കിയാൽ സൗണ്ട് കാണാൻ പറ്റും. ഇതാണ് ജെല്ലെന്ന് പറയുന്നത്. ഈ സാറ് കിട്ടിയത് ഇപ്പം നമ്മൾ വെള്ളത്തിന് ഒഴിച്ച് വലിച്ചെടുത്ത് ജെല്ലാണ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന കാര്യം ഇപ്പം 50 ml ഒഴിച്ചിട്ടുള്ളൂ. വീണ്ടും ഇത്ര വെള്ളം എടുക്കുക. ഈ വെള്ളത്തിലേക്ക് നമ്മൾ ഈ ജെല്ലിന് ഇടാം. ഇതിൻ്റെ കപ്പാസിറ്റി കാണാൻ പറ്റും. എന്താണ് മെറ്റീരിയൽ? എന്താണ്? ഉപ്പാണ് സാർ. നോക്കി ഇതാ ഈ താഴെ നോക്കി കാണാം. ഇത് അബ്സർവ് ചെയ്യുന്ന കാണാൻ പറ്റും. മോളൊരു 1 to 10 എന്ന് കൗണ്ട് ചെയ്ത് 1 തൊട്ട് 10 വരെ 1 2 3 4 5 6 10 സെക്കൻഡ് കൊണ്ട് ഇത് അബ്സർവ് ചെയ്യും. കഴിഞ്ഞു. ഇത് കണ്ടല്ലോ. ഇപ്പം നമ്മൾ ഒഴിച്ച് വെള്ളത്തിന് 10 സെക്കൻഡ് കൊണ്ട് അവൻ അബ്സർവ് ചെയ്യും. ഞാൻ കുറച്ച് ഇത് ജെല്ല് മാറ്റി കാണിച്ചു. ഇത് കണ്ടു. ഇതിനകത്ത് ഒരു തുള്ളി വെള്ളം ഇല്ല. 10 സെക്കൻഡ് 250 നിന്ന് വെറുതെ പറഞ്ഞതല്ല. എത്രയും കപ്പാസിറ്റി പാടുന്ന ഇന്ത്യയിലില്ല. യൂണിക് പീസാണ്. 2 മാസമല്ല ഇറങ്ങിയിട്ട്. ക്ലിയർ ആയല്ലോ? ഇനി ഈ വിസ്പറിൻ്റെ ഇവർ ഗവൺമെൻറ് പറയുന്ന കാര്യം എന്താണ്? ഇപ്പോൾ സ്റ്റഡീസിൽ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഫസ്റ്റ് ലെയറാണ് വിസ്പറിൻ്റെ. സാറേ നോക്കിയാൽ സാറേ എന്താ ഈ സാധനം? 1 പ്ലാസ്റ്റിക്. ഇതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് ബ്ലഡ് വന്ന് വീഴുമ്പോൾ ഘടന മാറും.
ഇത് ബെൽറ്റായി വിഷവാതകം പ്രൊഡ്യൂസ് ആകും. ഇതാണ് പറയുന്നത്. ഇനി ഇതെന്താ സാധനം? ഇതെന്താ സാധനം? ഇത് വെച്ചിരിക്കുന്നത് നമുക്ക് കാഴ്ചയിൽ ക്വാർട്ടറായിട്ടാണ് അല്ലേ? ഇത് ശരിക്കും ടിഷ്യൂ പേപ്പറാണ്. ഇവിടെ പറഞ്ഞ കറക്റ്റ്, വെറും ടിഷ്യൂ ആണ്. ഇത് തന്നെ കോടിക്കണക്കിന് വൈറസ് ഉണ്ട് ഇതിനകത്ത്. കാര്യം ഈ ടിഷ്യൂ ഉണ്ടാക്കുന്ന നമുക്കറിയാമല്ലോ, ഈ പഴയ നോട്ട്ബുക്കും പേപ്പറൊക്കെ കൊണ്ടുപോയിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഇതിനകത്ത് തന്നെ കോടിക്കണക്കിന് വൈറസാണ്. ക്ലിയർ ആയല്ലോ? ഇപ്പം എങ്ങനെയാണ് ഗർഭാശയ ക്യാൻസർ പെൺകുട്ടികൾക്ക് ഉണ്ടാകുന്നതിൻ്റെ കാര്യം മനസ്സിലായില്ലേ? ഇത് ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഗവൺമെൻറ് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി ഇരുന്നു നമുക്ക് സംസാരിക്കാം. ഇതാണ് ഇപ്പോൾ ഇതുവരെ നമ്മൾ ഉപയോഗിച്ചിരുന്ന പ്ലാസ്റ്റിക് പാഡിൻ്റെ അവസ്ഥ. അപ്പോൾ ഇനി ഇത് ഉപയോഗിച്ചിരുന്ന കെയർ ആൻഡ് സേഫ് ഉപയോഗിച്ചവരുടെ ഫീഡ്ബാക്ക് കുറച്ച് നമുക്ക് കേൾക്കാം. പാഡ് ഉപയോഗിച്ചിട്ട് എനിക്ക് മറ്റേ പെണ്ണേക്കാളും ഉഷാറായി തോന്നിയിട്ടാണ്. എന്താ വെച്ചാൽ രാത്രി കിടക്കുമ്പോൾ അതിൻ്റെ ബാക്ക് ഭാഗം നല്ല വീതി ഉണ്ടായതുകൊണ്ട് പുറത്തേക്കൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മറ്റേതിൻ്റെ പോലത്തെ ഒരു ഇങ്ങനെ നമുക്കൊരു ഒരു ഫീലിംഗ് ആണല്ലോ, അങ്ങനെ നല്ല ബ്ലീഡിങ് ഉണ്ടാകുമ്പോൾ. അങ്ങനത്തെ പ്രശ്നം ഉണ്ടായില്ല. യൂസ് ചെയ്ത് സംഭവം അടിപൊളിയാണ്. എല്ലാവരും നല്ല സാധനമാണ്. കുറേ ടൈം കിട്ടണമൊക്കെ ഉണ്ട്, ലീക്കാൻ വന്നില്ല. പിന്നെ പീരിയഡ്സ് ടൈമിലുള്ള ആ വേദനക്കൊക്കെ കുറവുണ്ട്. നിങ്ങൾ തന്ന പാഡ് ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് നല്ല ഫീഡ്ബാക്കാണ് ഉണ്ടായത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ലീക്കും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ആക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇറിറ്റേഷനോ ചൊറിച്ചിലോ അതൊന്നുമില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല കംഫർട്ടാണ് സംഭവം. നമുക്ക് ക്ലാസ്സിലൊക്കെ ഇരിക്കാനും നല്ല സുഖമാണ്. പാഡ് ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ട ആവശ്യമില്ല. ലീക്കേജ് ഒന്നും വരുന്നില്ല. നല്ല സാധനമാണ്. ഉപയോഗിച്ച് കുഴപ്പമൊന്നുമില്ല, നല്ല തന്നെയാണ്. പിന്നെ ആ ഒരു ചെറിയ നീറ്റൽ വരുന്നുണ്ട്, പിന്നെ കുറച്ച് കഴിയുമ്പോൾ നല്ല കൂളിംഗ് ആയി വരുന്നുണ്ട്. പിന്നെ ആ പാഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്നുള്ള ഫീൽ ചെയ്യണില്ല, നല്ല സോഫ്റ്റാണ്. ഇപ്പോൾ ഉപയോഗിച്ചവരുടെ കുറച്ച് ഫീഡ്ബാക്ക് നമുക്ക് കിട്ടി അല്ലേ? ഞാൻ ഉപയോഗിച്ചു, എനിക്ക് റിസൾട്ട് കിട്ടി. അതിൻ്റെ ശേഷമാണ് മറ്റുള്ളവർക്ക് കൊടുത്തതും അവരുടെ ഫീഡ്ബാക്ക് വാങ്ങിച്ചതും. ഇത് എനിക്ക് നല്ലതാണെന്ന് തോന്നിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ ഉപയോഗിച്ചവരാണെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഉപയോഗിക്കാത്തവരാണെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. പിന്നെ ഇനി നെക്സ്റ്റ് വീഡിയോ കൂടുതൽ കാര്യങ്ങളുമായിട്ട് ഞാൻ എത്താം. ഓക്കെ, താങ്ക് യു.